ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. 2024-25 വർഷങ്ങളിൽ PSC എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം: മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ശതകോടീശ്വരനായിട്ടുള്ള ഇലോൺ മസ്കിൻ്റെ കമ്പനിയുടെ പേര്. അതായത് നമ്മുടെ മനുഷ്യരുടെ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയുടെ പേരാണ് ന്യൂറോലിങ്ക്. നെക്സ്റ്റ് വൺ: ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ. സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രൻ്റെ മധ്യരേഖയ്ക്ക് തൊട്ട് തെക്ക് ഭാഗത്തുള്ള ഷിയോലി ഗർത്തത്തിൻ്റെ ചരിവിൽ ഇറങ്ങിയത്. സ്ലിം മൂൺ സ്നൈപ്പർ പേടകത്തിൻ്റെ പേരാണ് സ്ലിം മൂൺ സ്നൈപ്പർ. ചന്ദ്രൻ്റെ മധ്യരേഖയ്ക്ക് തൊട്ട് തെക്ക് ഭാഗത്തുള്ള ഷിയോലി ഗർത്തത്തിൻ്റെ ചരിവിലാണ് ഇത് ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജയ്ഷാ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാമത്തെ തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജയ്ഷാ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി കൂടിയാണ് ജയ്ഷാ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയാണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തത്: കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആര്? കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വാഇൽ അൽ ദഹ്ദൂദ്. അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോയാണ് ഇദ്ദേഹം. വാഇൽ അൽ ദഹ്ദൂദ് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വ്യക്തിയാണ് വാഇൽ അൽ ദഹ്ദൂദ്. അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോയാണ് അദ്ദേഹം. അടുത്ത ചോദ്യം: ഫിഡെ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ. ഫിഡെ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യത്തെ മലയാളി താരമാണ് SL നാരായണൻ. 42ാം റാങ്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കാപ്പാട് ബീച്ച്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ബ്ലൂ ഫ്ലാഗ്. ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ബീച്ചാണ് കാപ്പാട് ബീച്ച്. അടുത്തത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തിയാണ് മുൻ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള LK അദ്വാനിയാണ് ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി. നമ്മുടെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു LK അദ്വാനി. ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ അന്വേഷണ വിഭാഗമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ അന്വേഷണ വിഭാഗമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അല്ലെങ്കിൽ SFIO. അടുത്ത ചോദ്യം: 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയയാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ഇനി ഈ ധനകാര്യ കമ്മീഷൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ, അതേപോലെ സംസ്ഥാനങ്ങൾക്കിടയിലും നികുതികൾ പങ്കുവെക്കേണ്ടത് എങ്ങനെയെന്ന് ശുപാർശ ചെയ്യലാണ് ഇതിൻ്റെ ചുമതല. 16ാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ മൊബൈൽ അധിഷ്ഠിത പണമിടപാട് സംവിധാനമാണ് നമുക്കറിയാം യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് UPI. ഇന്ത്യയുടെ മൊബൈൽ അധിഷ്ഠിത പണമിടപാട് സംവിധാനമാണ്. ഈ ഒരു സേവനം 2024 ഫെബ്രുവരി മുതൽ ലഭ്യമായി തുടങ്ങുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്കയും മൗറീഷ്യസും. ഈയിടയ്ക്ക് പാരീസിലെ ഈഫൽ ടവറിലും UPI സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ മൊബൈൽ അധിഷ്ഠിത പണമിടപാട് സംവിധാനമായിട്ടുള്ള യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സേവനം 2024 ഫെബ്രുവരി മുതൽ ലഭ്യമായി തുടങ്ങിയ രാജ്യങ്ങളാണ് ശ്രീലങ്കയും മൗറീഷ്യസും. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ICC ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ പേസറാണ് ബുംറ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. അതേപോലെ തന്നെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പേസർ കൂടിയാണ് ബുംറ. നെക്സ്റ്റ് വൺ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചിട്ടുള്ള നഗരം. ലോകബാങ്കിൻ്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 38ആണ്. ലോകബാങ്കിൻ്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 38 സ്ഥാനമാണ്. ആകെ 139 രാജ്യങ്ങളുടെ പട്ടികയാണ് തയ്യാറാക്കിയത്. ഇതിലാണ് ഇന്ത്യക്ക് 38 സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. 2018 ഇന്ത്യയുടെ സ്ഥാനം 44 2018 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 44. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്പേഴ്സും അതിൻ്റെ റാങ്കിങ്ങും കറക്റ്റായി തന്നെ ഓർത്ത് വയ്ക്കാം. അടുത്തത്, ഈ വർഷത്തെ അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ ടീം ഓസ്ട്രേലിയയാണ്. 2024 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത് ഓസ്ട്രേലിയയാണ്. ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. 79 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് ഓസ്ട്രേലിയ കരസ്ഥമാക്കിയത്. അടുത്ത ചോദ്യം, ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിനെ കൂടാതെ ആർക്കെല്ലാമാണ് 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത്? ഈ 2024 കുറേ പേർക്ക് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം നൽകിയത് കർപ്പൂരി ഠാക്കൂറിനായിരുന്നു. അത് നമ്മളൊരിക്കൽ പഠിച്ചു. പിന്നെ പഠിച്ചത് 50ാമത്തെ വ്യക്തി LK അദ്വാനി. അതേപോലെ തന്നെ കർപ്പൂരി ഠാക്കൂറിനെ പോലെ തന്നെ മരണാനന്തര ബഹുമതിയായി മറ്റാർക്കെല്ലാമാണ് ഭാരതരത്ന ലഭിച്ചത് എന്നാണ് ഇവിടെ പഠിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിമാരായിട്ടുള്ള ചൗധരി ചരൺ സിംഗ്, PV നരസിംഹറാവു, കാർഷിക ശാസ്ത്രജ്ഞനായിട്ടുള്ള MS സ്വാമിനാഥൻ, ഈ 3 പേർക്ക് കൂടിയാണ് ഭാരതരത്ന നൽകിയിട്ടുള്ളത്. മരണാനന്തര ബഹുമതിയായി 4 പേർക്കാണ് ഇതുവരെയായി 2024 ഭാരതരത്ന നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വ്യക്തിയായിരുന്നു ബീഹാർ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കർപ്പൂരി ഠാക്കൂർ. അദ്ദേഹത്തെ കൂടാതെയുള്ള വ്യക്തികളാണ് ചരൺ സിംഗ്, നരസിംഹറാവു, MS സ്വാമിനാഥൻ. മുൻ പ്രധാനമന്ത്രിമാരായിരുന്നു ചൗധരി ചരൺ സിംഗും PV നരസിംഹറാവു. കാർഷിക ശാസ്ത്രജ്ഞനാണ് MS സ്വാമിനാഥൻ. ഈ ഒരു മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായി പഠിച്ചു വയ്ക്കുക. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. പാങ്ടൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. അതാണ് പേസിൻ്റെ പൂർണ്ണരൂപം. പേസ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് പേസ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ്. പേസിൻ്റെ പൂർണ്ണരൂപമാണ് പ്ലാങ്ടൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്